ശ്രീനാരായണ ഗുരുവിന്റെ നാമകരണത്താൽ സ്ഥാപിതമായതാണ് ശ്രീ ജ്ഞാനപ്രഭാകര യോഗം. ജ്ഞാനപ്രഭാകര യോഗത്തിന് കീഴിലുള്ള ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ് ആചാരങ്ങൾ വഴിമാറിയത്. 100 വർഷത്തോളം പഴക്കമുള്ളതാണ് ക്ഷേത്രം. ആചാരമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായപ്പോഴാണ് ക്ഷേത്രം ഭരണസമിതി ഇക്കാര്യം ആലോചിച്ചത്. നമ്മുടെ കുമ്പളത്ത് വന്ന് ഈ യോഗത്തിന് ശ്രീജ്ഞാനപ്രഭാകര യോഗം എന്ന് നാമകരണം ചെയ്തത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഗുരുദേവൻ്റെ ആ ഒരു ആഹ്വാനവും അതോടൊപ്പം തന്നെ ശിവഗിരി മഠത്തിൻ്റെ സച്ചിദാനന്ദ സ്വാമിയുടെ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ആ ഒരു ഇതും കൂടി എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഗുരുദേവൻ്റെ നാമധേയത്തിൽ പ്രവർത്തനം ആരംഭിച്ച ശ്രീ ജ്ഞാനപ്രഭാകര യോഗം വക ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രം ഇവിടുത്തെ ശിവഗിരി മഠത്തിലെ സ്വാമിമാരാണ് ആ കാലയളവിൽ ഇവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതും. അപ്പോൾ ഏറ്റവും ഉചിതമായ തീരുമാനമാണെന്നും ആ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ ക്ഷേത്രം തന്ത്രി എരമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രികളുടെ സാന്നിധ്യത്തിൽ പുരുഷന്മാർ ഷർട്ട് ധരിച്ച് അകത്തു കടന്നു. സാക്ഷിയായി ഭക്തരും. ഷർട്ട് ധരിച്ച് പ്രവേശനം അനുവദിച്ചെങ്കിലും മാറ്റത്തോട് അത്ര താല്പര്യമില്ലാതെ പഴയതുപോലെ ഷർട്ട് ഊരിമാറ്റി ക്ഷേത്രത്തിൽ പ്രവേശിച്ചവരുമുണ്ട്. ആചാരത്തിൽ മാറ്റം വരുത്തിയെങ്കിലും ഭക്തർക്ക് ഇഷ്ടം പോലെ ക്ഷേത്രപ്രവേശനമാകാമെന്ന് തന്ത്രി പറഞ്ഞു. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ പോലും ഷർട്ട് ഇല്ലാതെ കയറുന്ന ഭക്തജനങ്ങൾക്ക് അങ്ങനെയാകാം, ഷർട്ട് ഇട്ട് കയറുന്നവർക്ക് അങ്ങനെയാകാം. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമാണ് ഇതിലേറ്റവും വലുത്. ആ വിശ്വാസം അനുസരിച്ച് അവരവർക്ക് ഇഷ്ടം പോലെ ആകാം. സാമൂഹിക മാറ്റങ്ങൾക്ക് വഴിതെളിച്ച ശ്രീനാരായണ ഗുരുവിന്റെ സാന്നിധ്യം നിറഞ്ഞ ശ്രീ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ ആചാരമാറ്റത്തിന് പിന്നിൽ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളുടെ ആഹ്വാനവും നിർണായകമായി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.